ഹലോ നമസ്കാരം. ചിന്താകണ്ട ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ സെപ്റ്റംബർ മാസം ഉണ്ടാകുന്ന ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് എന്നാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ ഇപ്പോ ഈ 7-ാം തീയതി നടക്കാൻ പോകുന്ന എന്താ പറയണ്ടേ, പൗർണമി എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണമാണ്. ഓക്കെ, അത് പൈസിസ് സോഡിയാക് സൈനിലാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്, ഓക്കെ, എന്തൊക്കെ റിലീസ് ചെയ്യുന്നതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിംഗിൽ ഇന്ന് നോക്കുന്നത്. തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 3 ഡെക്കുകൾ ഉണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ചൂസ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. അതുപോലെ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ സെപ്റ്റംബർ മാസത്തെ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് എന്ത് ഗൈഡൻസ്, നിങ്ങൾക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്. ഈ സെപ്റ്റംബർ മാസം നടക്കുന്ന ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട്, പൈസിസ് സോഡിയാക് സൈനിൽ നടക്കുന്ന ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് ഗ്രൂപ്പ് 1ലുള്ള കളക്റ്റീവ്സിന് നൽകാനുള്ളത്. നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ പറയുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ, നിങ്ങളുടെ ചില കാഴ്ചപ്പാടുകൾ, ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട്. ഓക്കെ, അത് ഈ ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അതിലായിക്കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകുക. അപ്പോൾ അതാണ് നിങ്ങളോട് ആദ്യമേ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ പറയാ, നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന, നമ്മൾ സത്യമെന്ന് വിശ്വസിച്ചു പോന്നിരുന്ന കാര്യങ്ങള് അങ്ങനെയല്ല എന്നുള്ള ഒരു വ്യത്യാസം, ആ ഒരു നമ്മുടെ ആ ഒരു വിശ്വാസങ്ങളിൽ വ്യത്യാസമൊക്കെ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അതായത് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അതിന് മുൻപും ഇപ്പൊ ഈ നമ്മൾ ഈ റീഡിംഗ് കേൾക്കുന്ന സമയത്തും അതിന് ശേഷവും നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങള്, ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ന വ്യക്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരിക, ഓക്കെ, അതിലായിരിക്കേണ്ടി വരിക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളുടെ നല്ലതിനാണ്. ആ ഒരു മാറ്റം നിങ്ങളിൽ അത്യാവശ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടക്കുന്നതിന് മുൻപ് ഈ മാറ്റങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിനൊരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുൻപ് നിങ്ങൾക്ക് ഹീലിംഗ് നടക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഹീലിംഗിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്ന് പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും എന്താ പറയുക ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു സത്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ആ സത്യം അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിന്ന്, കഴിഞ്ഞു പോയൊരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബന്ധമാണെങ്കിലും അതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അതിലെ ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സത്യം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും തോറും ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് കാലതാമസം ഉണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക പോയിന്റിലാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടേണ്ടതായിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് പെർഫെക്റ്റ് ടൈം ഈ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് അത് മുന്നേ കൂട്ടി യൂണിവേഴ്സിറ്റി പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താ, അത് വിടുക. ഓക്കെ, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട. ആ ക്ലാരിറ്റി കിട്ടിയിട്ട് വേണ്ട നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് അതിനെ മറന്നു കളയുക. ഓക്കെ, അതിന് ഡിറ്റാച്ച്ഡ് ആകാൻ പറയുന്നു. യൂണിവേഴ്സ് അതാണ് പറയണേ, ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകുക. കാരണം ഇതിൽ നിങ്ങൾ അങ്ങനെ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് കാര്യം, മനസ്സിലായോ? ഇതൊരു പാസ്റ്റ് ആണ്. ആ പാസ്റ്റിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു, ഒരുപാട് വ്യക്തതകൾ വരാൻ ബാക്കി നിൽക്കുന്നു. പക്ഷെ അത് വന്നിട്ടില്ല. ആ ഒരു വ്യക്തത വരാത്തത് കൊണ്ട് നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കുക. നിങ്ങൾക്ക് അത് വ്യക്തത കിട്ടിയാലേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ
എന്നൊരു ചിന്തയുണ്ട്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നമുക്ക് തോന്നുകയാണ് അങ്ങനെ പറ്റുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാവുന്നതാണ്. അതിന് ഈ ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യണം. ഈ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാനിരിക്കുകയാണ്. ഏസ് ഓഫ് വാൻസ് കിട്ടിയിരിക്കുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് പുരോഗതി കൊണ്ടുവരുന്ന, ഓക്കെ, ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിജയിക്കാനായുള്ള അവസരങ്ങൾ എന്ന് ഞാൻ കേൾക്കുന്നു. അത് വരണമെങ്കിൽ അവിടെ ഒരു സ്പേസ് വേണ്ടേ? എനർജറ്റിക്കലി സ്പേസ് വേണ്ടേ? പിന്നെ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറുമായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ഈ ഒരു പാസ്റ്റിൽ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നതാണ്. ആ പാസ്റ്റിനെ മുറുകെ പിടിക്കുക എന്നാണ് ഞാൻ കേൾക്കണേ. അത്രയും മുറുകെ പിടിച്ചിരിക്കുകയാണ്. അത് വിട്ടുകളയാ. അത് വിട്ടുകളയേണ്ടത് നിങ്ങൾക്കറിയാം. അത് വിട്ടുകളയേണ്ടതാണെന്ന്. നിങ്ങളത് വിട്ടുകളയാ. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റും അതിനുള്ള സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇതിനെ വിട്ടുകളയേണ്ടതാണ്, അതിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് ആ സയൻസ് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറയണം. കാരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്ലോ അപ്പ് സംഭവിക്കാനായിട്ടുള്ള അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷനോട് കൂടെ നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ആണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളിൽ ആകെ ഞാൻ കേൾക്കുന്നത് ആകെ മൊത്തം ടോട്ടൽ, അതായത് നമ്മളിങ്ങനെ കൊളോക്കിലായി പറയുന്ന ഒരു രീതിയാണല്ലോ അത്, ആകെ മൊത്തം ടോട്ടൽ, അതായത് കംപ്ലീറ്റ്ലി എന്നുള്ള ഒരു അർത്ഥമാണ്. അങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ വരികയാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അടക്കം അത് കാണുന്നതാണ്. നമ്മൾ മുൻപത്തെ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫീച്ചേഴ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ചിലപ്പോൾ ഹെയർ സ്റ്റൈലിൽ മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയ ഓർണമെന്റ് ഇടണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി. ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നത്. അപ്പൊ അത് ചെയ്യണം. ഓക്കെ, അത് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. കാരണം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ ആ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു രീതി, പെരുമാറുന്ന രീതിയിൽ, വസ്ത്രം ധരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും, നിങ്ങൾ ചെയ്തു വന്നിരുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കാൻ നിങ്ങൾക്കൊരു വല്ലാത്തൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഈ മാറ്റത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെ ആ മാറ്റങ്ങളെ, ആ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അല്ലെ, ആ മാറ്റങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇപ്പൊ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് അത് എന്താ പറയാ വിട്ടുകളയാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്, അതിനെ വളരെ സമാധാനത്തോടെ നിങ്ങൾക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കും. കാരണം അത് വിട്ടുകളയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം ഉണ്ടാകുന്നത്, നിങ്ങൾക്കൊരു വലിയ നേട്ടം ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളുടെ അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നതിന് നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താ, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അത് എത്ര ചെറുതായാലും വലുതായാലും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ മാറ്റം വരുത്താൻ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ എന്താ പറയുക, അത് വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ, മറ്റാരില്ലെങ്കിൽ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ളവരിങ്ങനെ നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചില സമ്മാനങ്ങളെ കുറിച്ച്, ചില വിജയങ്ങളെ കുറിച്ച്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അതിങ്ങനെ അവർ ചിലപ്പോൾ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ചില കഴിവുകളെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ തന്നെ മറന്നുപോയ കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഈ കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു റിമൈൻഡർ തരിക എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിന്റെ ഒരു കുറച്ച് ചാലഞ്ചിങ് ആണെന്ന് കാണുന്നു. പക്ഷെ അത് വളരെ ധൈര്യപൂർവ്വം, വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് അതിനെ ഫേസ് ചെയ്യാനും അതിലൂടെ കടന്നു പോകാനും ഈ പറയുന്ന പോലെ നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ചും നിങ്ങളുടെ വിജയങ്ങളെ കുറിച്ചുമുള്ള ആ ഒരു റിമൈൻഡർ, ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അതൊക്കെ നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, എഗെയിൻ നമുക്ക് വേറൊരു റേസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിരാശ തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പകരമായിട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പകരമായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഞെരുക്കമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു തൃപ്തിയല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എന്താ പറയുക നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള നിങ്ങൾക്ക് ആ ഒരു എന്താണോ അതൃപ്തിയായി നിൽക്കുന്നത് ആ അതൃപ്തിയായിട്ടുള്ള കാര്യത്തിന് റിലീസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങളുടെ അറ്റൻഷൻ മാറ്റുക. അറ്റൻഷൻ മാറ്റേണ്ടത് എങ്ങടാണ്? നിങ്ങളുടെ അടുത്ത അധ്യായത്തിലേക്ക്. നിങ്ങളുടെ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ജീവിതം അതിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന അധ്യായത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിലേക്ക് എത്തുന്നതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? നിങ്ങൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു കാര്യം വരുന്നതിന്. മാത്രമല്ല നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഗുണകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരും. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് ഗ്രൗണ്ടഡ് ആയിരിക്കാം. ഓവർ എക്സൈറ്റ്മെന്റും പാടില്ല, എന്നാൽ ടെൻഷനും പാടില്ല, ഓവർ തിങ്കിങ്ങും പാടില്ല. ഇതിൻ്റെ ഇടയിൽ സ്വസ്ഥമായിട്ടിരിക്കുക. ഇപ്പോഴത്തെ മൊമെന്റിലായിരിക്കുക. ഇപ്പോഴത്തെ മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യണം. എന്തിലെങ്കിലേക്ക് നിങ്ങളുടെ ചിന്ത പോകുന്നുണ്ടെങ്കിൽ ആ ചിന്ത പോകേണ്ടത് ഭാവിയെ കുറിച്ചിട്ടായിരിക്കണം. അതും ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിനെ ഇമാജിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. അപ്പോൾ ആ പാസ്റ്റ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അതൃപ്തി തരുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും സങ്കടം തരുന്നതായിട്ടുള്ള പാസ്റ്റ്, അതിനെയാണ് നിങ്ങൾ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് റിലീസ് ചെയ്യേണ്ടത്. ആ പൗർണമിക്ക് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകണം. അതിനായിട്ട് നിങ്ങൾ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞതിനെ തള്ളിക്കളയാം. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുള്ള സാഹചര്യങ്ങൾ അതിലെങ്ങനെ ഫോക്കസ് ചെയ്താൽ ആ ഉത്തരം കിട്ടൂല്ല എന്ന് മാത്രമല്ല നിങ്ങൾ മുന്നോട്ട് ജീവിതത്തിൽ പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക. പിന്നെ ഈ പറഞ്ഞ ഗൈഡൻസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുക. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രീ റെക്കോർഡഡ് റീഡിംഗ് അല്ലാതെ ഇപ്പോൾ ലൈവ് സെഷൻസും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൈവ് സെഷൻസ് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ദിവസം 2 സെഷൻസ് ആണ് ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ. 2 സെഷൻസേ എടുക്കുകയുള്ളൂ. അപ്പോൾ സ്ലോട്ട്സ് പെട്ടെന്ന് ഫിൽ ആവുന്നതിന് മുൻപ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉള്ള റീഡിംഗ്. നിങ്ങൾക്ക് മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടെത്തും എന്ന ഒരു പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പാസ്റ്റൊക്കെ വളരെ എളുപ്പത്തിൽ വിട്ടുകളയാനും വരുന്ന ആ പുതിയ ഘട്ടത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കടക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളത്. ഇത് ചന്ദ്രഗ്രഹണത്തിന്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. നമുക്ക് 10 ഓഫ് കപ്സ് ആണ് ആദ്യമേ കിട്ടുന്നത്. അപ്പോൾ ഒരു സന്തോഷത്തിന്റെ ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ഈ ചന്ദ്രഗ്രഹണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഒരു സംതൃപ്തി തരുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു കാര്യമാണ് ഉണ്ടാകുന്നത്. ഒരു പുതിയ തുടക്കം. അതുകൊണ്ട് തന്നെയാണ് അവിടെ സന്തോഷം. അത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു. വളരെയധികം ഒരു സംതൃപ്തി തരുന്ന ഒരു കാര്യം. സന്തോഷത്തെക്കാൾ ഉപരി ഇവിടെ എടുത്തു പറയേണ്ട വാക്ക് സംതൃപ്തി എന്നുള്ളതാണ്. അതാണ് കാണുന്നത് കേട്ടോ. ഇത് പക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്നതാണ്. കുറെ നാളായിട്ട് ഈ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതാണ്. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും. നിങ്ങൾ അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തതായിട്ട് കാണുന്നു. പിന്നെ വളരെ ക്ഷമയോടെ അതിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നു. ഇത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയായിരിക്കാം.
ഓക്കെ, ഒരു സാമ്പത്തിക ഉന്നതി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് വേറൊരു ഹ്യൂമൻ സപ്പോർട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നുണ്ടാവില്ല. ഡിവൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്തത്. വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം, ഓക്കെ, അവിടെ നിങ്ങൾ വളരെയധികം ക്ഷമയോടെ നിങ്ങൾ സമയമെടുത്ത് പരിശ്രമിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള, നിങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതായിട്ടാണ് എനിക്ക് കാണാനായി സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പുതിയ തുടക്കം ഈ ചന്ദ്രഗ്രഹണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുന്നത്, ഒരു എനർജറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുന്നത്. യെസ്, കണ്ടോ, സാമ്പത്തികമായിട്ടൊരു ഉന്നതി കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ജോലിയിലാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കം, വളരെ സ്റ്റെബിലിറ്റി ഉള്ള, സെക്യൂരിറ്റി ഉള്ള ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഇതിലൂടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു കാണുന്നു. അപ്പോൾ ഈ ഒരു അവസരം, അപ്പോൾ ഈ ചന്ദ്രഗ്രഹണത്തിന് ശേഷം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജോലിയിൽ എന്തെങ്കിലും പുതിയൊരു അവസരം ലഭിക്കാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പ്രോജക്റ്റ് ലഭിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി തന്നെ നിങ്ങൾക്ക് ജോലിയുടെ ഒരു അവസരമൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിന് തള്ളിക്കളയാൻ പാടില്ല. ഓക്കെ, ആ വരുന്ന ഒരു അവസരത്തിന് തള്ളിക്കളയാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ആ കിട്ടുന്ന അവസരത്തിന് കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ലൈഫിൽ പെട്ടെന്നായിരിക്കും ഷിഫ്റ്റുകൾ ഉണ്ടാവുക. അത് ആ ഷിഫ്റ്റ് മാറ്റങ്ങൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ്. ഓക്കെ, കാരണം ആ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം, പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നിങ്ങളോട് ഇരിക്കാൻ പറയുന്നത്. ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കരിയറുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നു വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുക്കാൻ. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വരുന്ന അവസരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ശരിയാണ്, ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം ഇത് നിങ്ങളുടെ ഡ്രീം ജോബാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് കരിയറിൽ, അതാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും അതിനെ ആക്സെപ്റ്റ് ചെയ്ത്, വളരെ കോൺഫിഡന്റ് ആയി ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു, അതായത് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിലൂടെ ഒരുപാട് എന്താ പറയാ, ഗ്രോത്ത്, ഒരുപാട് വളർച്ച, കരിയറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും ഒരു വളർച്ച, ഒരു ഭദ്രത ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി വരുന്നു, ഒരു ലോങ് ടേം, ഓക്കെ, ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാവുന്നത്. ഡിവൈൻ ടൈമിങ്ങിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ സറണ്ടർ ചെയ്യുക, അത്രേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ, സറണ്ടർ ചെയ്യുക. അതുപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെ നമുക്ക് ഫുൾ കാർഡാണ് കിട്ടിയത് അല്ലേ, അത് നിങ്ങളോട് പറയുന്നത് ആ ഒരു ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ്, അതിനെ ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. കാരണം ലൈഫിൽ ഒരുപാട് ഹാർമോണിയസ് ആയിട്ടുള്ള, വളരെ സ്വസ്ഥത നിറഞ്ഞ, കണ്ടോ, സമാധാനം നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കിടക്കുക. ആ ഒരു അവസരവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണോ? അതെ, നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസരമാണോ? അതെ. ഓക്കെ, നിങ്ങൾ സ്വപ്നം കാണുന്ന കരിയറിൽ എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ്, അതിനോട് അലൈൻഡ് ആണ് ഈ ഒരു അവസരം. അപ്പൊ ധൈര്യപൂർവം ആ അവസരവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രണ്ട് മനസ്സുണ്ടാവാൻ സാധ്യത കാണുന്നു, പക്ഷെ പാടില്ല. ഓക്കെ, അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു പേടി, അതാണ് നമുക്ക് ഈ 9 of Wands കിട്ടുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എന്താ പറയാ, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഇൻ ദ സെൻസ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന പല ചിന്തകളും ഉണ്ടാകും, പക്ഷെ അതിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾ എന്തായിരിക്കേണ്ടത്, ഡിസ്ട്രാക്റ്റഡ് ആക്കുക, ആ ചിന്തകളിൽ അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. കണ്ടു, ഇത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റ് എനർജി ഉണ്ടാക്കും നിങ്ങളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ ഫോക്കസ് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിന് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, അങ്ങനത്തെ ചിന്തകൾ അത് നിങ്ങളെ വെറുതെ, നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ഒബ്വിയസ്ലി സാധാരണയായിട്ട് മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസരം അത് അത്രയും നല്ലൊരു അവസരമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ആ ഒരു തിരിച്ചറിവിനെ മാനിക്കുക, ആ അവസരവുമായിട്ട് മുന്നോട്ട് പോവുക. ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്, പക്ഷെ അത് നിങ്ങൾ അതിൽ കൃത്യമായി ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു അവസരവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഓക്കെ, അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടാവും,
തുടക്കത്തിൽ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ നിങ്ങൾ അത് കൃത്യമായി ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലോകത്തിലേക്കാണ് നിങ്ങൾ കിടക്കണേ നിങ്ങളുടെ കരിയറിൽ. ഇതുവരെ കണ്ടതേ അല്ല. ഓക്കെ, അതിന് അത്രയും ഡിഫറെന്റ് ആണ് എന്ന് കാണുന്നു. കണ്ടു, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾ അതിന് തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നതിന് നിങ്ങൾ കംപ്ലീറ്റ്ലി തയ്യാറാണ്. അതിന് വേണ്ട സ്കിൽസും അതിന് വേണ്ട ആത്മവിശ്വാസവും ക്വാളിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾക്ക് അതിനപ്പുറം നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സറണ്ടർ ചെയ്യുക. കാരണം ഇത് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ്, ഡിവൈൻ ടൈമിങ്ങിലാണ് സംഭവിക്കുന്നത്. സറണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതി ഡയറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അതിനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള എന്താ പറയണ്ടേ ഗൈഡൻസ്. ഓക്കെ, അനാവശ്യമായ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മുൻപ് ഇതുപോലെ സംഭവിച്ചിട്ട് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്, അങ്ങനെ എന്തെങ്കിലും വേർസ്റ്റ് കേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുൻപ് നടന്നിട്ടുള്ളത്, ഓക്കെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതിനെയും ഇതിനെയും ഈ വരുന്ന അവസരത്തെയും തമ്മിൽ കണക്ട് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ചിന്തിക്കാനുള്ള ടെൻഡൻസി, ഓക്കെ, ആ അനാവശ്യമായ ഭയം, ആ ഒരു ആത്മവിശ്വാസക്കുറവ്, ആ ഒരു നെഗറ്റീവ് തിങ്കിങ്, ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന്റെ അന്ന് റിലീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കും. ഓക്കെ, നിങ്ങളൊരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് കേട്ടോ. ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് പോസ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലൂടെ മെസ്സേജ് ത്രൂ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കോളുകൾ സ്വീകരിക്കുന്നതല്ല. പിന്നെ റീഡിങ്, പേഴ്സണൽ റീഡിംഗ് സർവീസസിൽ ഇതുവരെ ഞാൻ പ്രീ റെക്കോർഡഡ് റീഡിങ്സ് ആണ് കൊടുത്തിരുന്നത്. അതായത് നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ റീഡിംഗ് റെക്കോർഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആ റെക്കോർഡഡ് റീഡിംഗ് അയച്ചു തരുന്നു, അങ്ങനെ. പക്ഷെ ഇനി മുതൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. അതായത് വാട്സപ്പ് വോയിസ് കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ലൈവ് സെഷൻ അവൈലബിൾ ആണ്, ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ കോൺടാക്ട് ഫോമാറ്റ് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഓക്കെ, ദിവസവും 2 സ്ലോട്ട്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞായറാഴ്ചകളിൽ റീഡിങ്സ് ഉണ്ടായിരിക്കില്ല. അതായത് ലൈവ് സെഷൻസ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, റീഡിങ്സ് ബുക്ക് ചെയ്യുക. ഓക്കെ, സ്ലോട്ട്സ് പെട്ടെന്ന് ഫില്ലായി പോയി കഴിഞ്ഞാൽ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടേൺ എത്താൻ കുറേ സമയം എടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു പിക്കപ്പ് ആൽ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചന്ദ്രഗ്രഹണവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നൽകാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യത, എന്തൊക്കെ എനർജറ്റിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ എനർജി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. Okay, clarify the 8 of Swords. Clarify the Moon. Okay, നമുക്ക് കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, നിങ്ങളുടെ ആ ഒരു
നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് നെറേഷൻ, ഇതൊക്കെ വല്ലാതെ ട്രിഗേർഡ് ആകാൻ സാധ്യതയുണ്ട് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത്, നമ്മളിപ്പോൾ റീഡിങ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ, അടുത്ത ആഴ്ചയിൽ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, പല അനുഭവങ്ങൾ, അവിടെ എല്ലാം നിങ്ങളുടെ ഈ നെഗറ്റീവ് നെറേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അത് ട്രിഗർ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് നറേഷൻസ് ശരിയാണ് എന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. അപ്പൊ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അത് ശരിയാ, എനിക്ക് ഞാൻ ചിന്തിച്ചത് ശരിയാന്ന് ചിരിക്കല്ല വേണ്ടത്. അത് ട്രിഗേർഡ് ആകുമ്പോൾ അതിന് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങളത് റിലീസ് ചെയ്യുക. അത് നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾക്ക് വളരെ സുന്ദരമായ ഒരു ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കാത്തത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് നറേഷൻ, ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കാരണമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തത്, അതിനൊരു ധൈര്യമില്ലാത്തത്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങനത്തെ ട്രിഗറിങ് മൊമെന്റ്സ് ഉണ്ടാകുമ്പോൾ ഒന്നൊരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഞാൻ റിലീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് അവിടെ നിങ്ങൾക്ക് ഈ നിങ്ങൾ എക്സ്റ്റേണൽ വാലിഡേഷനിൽ കൊടുക്കുന്ന അമിത പ്രാധാന്യം കൂടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണ്ട നമ്മുടെ ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിയാനായിട്ട്. നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ ഉള്ളത്, ഇത് രണ്ടും നമ്മൾ തന്നെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞത് അവരുടെ കാഴ്ചപ്പാടാണ്. ഓക്കെ, അവരുടെ ഒരു രീതി, അവർ വളർന്നു വന്ന രീതി വെച്ചിട്ടൊക്കെയാണ് അവര് നിങ്ങളെ വിലയിരുത്തുന്നത്. അവർക്ക് നിങ്ങളെന്ന വ്യക്തി മുഴുവനായി അറിഞ്ഞിട്ടല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ നന്നായി പാടുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് നല്ല അവെയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല ശബ്ദമാണ്, നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് അറിയാം ഓക്കെ ഞാൻ നന്നായി പാടുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, മറ്റുള്ളവര് ഇപ്പോ എന്താ പറയാ, ചിലർക്ക് അത് ആ ഒരു ശബ്ദം ഇഷ്ടപ്പെടും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല ഗായകരുണ്ട്. എല്ലാ ഗായകരുടെയും ശബ്ദം എല്ലാവർക്കും ഇഷ്ടമാണോ? അല്ല. ഓക്കെ, ചിലർക്ക് ചില ഗായകരുടെ ശബ്ദം ഒട്ടും ഇഷ്ടപ്പെടില്ല. അത് ഈ പറഞ്ഞ പോലെ ഡിഫറൻസ്. ഓക്കെ, നമ്മൾ ഓരോ വ്യക്തികളും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ചുറ്റുമുള്ളവരുടെ ആ ഒരു വാലിഡേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നണ്ടേ, മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നിങ്ങൾ അത് വിശ്വസിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നല്ലവണ്ണം അത് ട്രിഗേർഡ് ആവാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട്. യെസ്, അതായത് ഇത് ഈ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ, ഒരു എംപവറിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതേസമയം ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ്. കാരണം നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പുറത്തേക്ക് വരികയാണ്. പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഇൻറ്റ്യൂഷൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ ഒരു ടെൻഡൻസി തോന്നുക, ആ ഒരു സറണ്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ചിന്തകൾ ഒരുപാട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോൺഷ്യസ്ലി ഓരോ ദിവസവും ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ ആ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം, ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ട്രിഗേർഡ് ആകുമ്പോൾ, അതുപോലെ ഓരോ സമയങ്ങളിൽ ട്രിഗേർഡ് ആകുമ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇമോഷൻസിന്റെ പുറത്ത് റിയാക്ട് ചെയ്യാതെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ചിന്തിക്കുക. എന്തുകൊണ്ട് ഞാൻ ട്രിഗേർഡ് ആയി, എന്തിനാണ് ഞാൻ ട്രിഗേർഡ് ആകുന്നത്, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, എന്താണ് എന്നിൽ ഹീൽ ചെയ്യാതിരിക്കുന്നത്, ആ തിരിച്ചറിയുക, അത് ഹീൽ ചെയ്യുക, അത് റിലീസ് ചെയ്യുക. അതിനാണ് നിങ്ങൾ ഈ ഒരു സമയം ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഭാവിയെക്കുറിച്ച് അമിതമായ ആശങ്ക ഉണ്ടാവുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, എനിക്ക് പറ്റാവുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു, മുൻപേ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാണ്. എന്താണോ സംഭവിക്കുന്നത്, എന്താണോ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്, അത് സ്വീകരിക്കാൻ എന്നെ പ്രാപ്തരാക്കുക. ഓക്കെ, ഇതാണ് നിങ്ങൾ പറയേണ്ടത്. കണ്ടോ, പ്രസന്റ് മൊമെന്റിലായിരിക്കുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത്, യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് ആ രീതിയിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അത് ഒരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കില്ല. നിങ്ങൾക്ക് ഒരുപാട് സമയം കാത്തിരുന്നിട്ടല്ല ഈ നല്ല കാലം വരാൻ പോണത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു എന്താ പറയണ്ടേ,
ഈ ട്രിഗറിങ് ഒക്കെ കൃത്യമായി നിങ്ങൾ ചാനൽ ചെയ്ത് അതിന്റെ ഹീലിംഗിലേക്ക് ഫോക്കസ് ചെയ്ത് അത് റിലീസ് ചെയ്യേണ്ടതിനെ റിലീസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയണ്ടേ എക്ലിപ്സ് സീസണിൽ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തി തരുന്ന തരത്തിലുള്ള ഒരുപാട് സന്തോഷം തരുന്ന തരത്തിലുള്ള ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങള് അനുഭവങ്ങള് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓൺലൈൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതായത് നിങ്ങൾക്ക് ഒരു തരത്തില് എന്താ പറയാ, നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരം എന്നുള്ള തരത്തില്. ഓക്കെ, അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല, അതിന് പകരം ഈശ്വരൻ കൊണ്ടു തന്നത്, അങ്ങനെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ. അതായത് നമുക്കൊരു ന്യായം കിട്ടി, അല്ലെ നീതി ലഭിച്ച പോലെ. കാരണം നമുക്ക് അത്രയും ഒരു അന്യായം മുന്നേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒരു നീതി നടപ്പാക്കിയ ഫീൽ ചില സമയത്ത് ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇല്ലേ? അത്തരത്തിലുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ചിന്തയും ഇങ്ങനെയായിരിക്കും, ഞാൻ അനുഭവിച്ചതിന് എനിക്ക് നീതി ലഭിച്ചു എന്ന്. ഓക്കെ, ആ ഒരു സ്ട്രഗ്ലിംഗ് എൻഡ് ചെയ്യുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസ് നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് നിങ്ങൾ സക്സസ്ഫുള്ളി ഓവർകം ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നു. യെസ്, ഓൺലൈൻ ത്രൂ തന്നെയാണ് കാണുന്നത്. ഇതൊരു ഫെമിനിൻ എനർജി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സമ്മൺ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ഈ വ്യക്തിയിൽ നിന്ന്. അവരൊരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കാം, പക്ഷെ അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ നിങ്ങളും തമ്മിൽ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആ വ്യക്തിയിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു നീതി നടപ്പാക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്. എന്തായാലും ഒരു എന്താ പറയണ്ടേ, അവർ കൊണ്ടുവരുന്നത് ഒരു സന്തോഷ വാർത്തയാണ്. നമുക്ക് കിങ് ഓഫ് സോർഡ്സും കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈഡ് കിങ് ഓഫ് സോർഡ്സ്. ചില ആളുകൾക്ക് കേട്ടോ, ഇത് ഡിപ്പെൻഡഡ് ആണ്, എല്ലാവർക്കും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു കളക്റ്റീവിലുള്ള ചില വ്യക്തികൾക്ക് ഈ സംഭാഷണം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് കൊണ്ടുവരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അതിന്റെ കൺഫർമേഷൻ ആയിട്ട് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് കൊണ്ടുവരുന്ന വ്യക്തി നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരു എന്താ പറയാ, കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾ പുതിയൊരു ഫേസിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടക്കുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ ആൻഡ് റിയലൊക്കേഷൻ അടക്കം ഉണ്ടാകാം. അത്തരത്തിലുള്ള ഒരു മാറ്റം കാണുന്നുണ്ട്. ചില പഴയ അധ്യായങ്ങൾ അടഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി കണ്ടോ, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അധ്യായങ്ങളൊക്കെ, അങ്ങനത്തെ പാസ്റ്റ് എന്താ പറയാ ഷാക്കിൾസ് എന്നാണ് ഞാൻ കേൾക്കുന്നത്, ചങ്ങലകള്. ഓക്കെ, നിങ്ങളെ ഇങ്ങനെ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുള്ള ചില കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ഓർമ്മകള് അല്ലെങ്കിൽ മുറിവുകള്, അതൊക്കെ കൃത്യമായി ഹീൽ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളെ അതിങ്ങനെ ഒരു ചങ്ങല കണ്ണികൾ പോലെ ബന്ധിച്ചു നിർത്തിയിരിക്കുകയാണ്, അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം. അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സംഭാഷണം എന്ന് ഞാൻ കേൾക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ വളരെ ചിലർക്ക്, ഞാൻ ഡെക്ക് കട്ട് ചെയ്തപ്പോൾ കണ്ടോ ഏസ് ഓഫ് കപ്സ് ആണ്, ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കൺഫർമേഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത്. നിങ്ങളിൽ വളരെ കുറച്ച് പേർക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആണ്. ഓക്കെ, അപ്പൊ അത് ഡിപ്പെൻസ്, നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് കൃത്യമായി എന്താ പറയാ അതിന് വല്ല റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഹീലിംഗിലൊക്കെ വളരെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്കുള്ള വ്യക്തി തന്നെയാണ്. വീണ്ടും കട്ട് ചെയ്തപ്പോൾ 10 ഓഫ് കപ്സ്, ഒരു സംശയമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു കാര്യം. കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് ജസ്റ്റിസ് കൊണ്ടുവരുന്നത്, അത് ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരു ഇൻജസ്റ്റിസിലൂടെ കടന്നു പോയത്, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അവർ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നീതി കൊണ്ടുവന്നുകൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. മനസ്സിലായോ? ന്യായം നടപ്പാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും നല്ലൊരു മാറ്റം, ഒരു പുരോഗതി കൊണ്ടുവന്നുകൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുന്നത്.
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇത്രയും നാളും നമ്മൾ കൊടുത്തിരുന്നത് പ്രീ റെക്കോർഡഡ് സർവീസസ് ആണ്. അത് കൂടാതെ വാട്സപ്പിലൂടെ വോയിസ് കോൾ വഴി അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി ലൈവ് സെഷൻ ആയിട്ടുള്ള പേഴ്സണൽ റീഡിങ്സും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ദിവസം 2 സ്ലോട്ട്സ് ആണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 2 ബുക്കിംഗ്സ് ആണ് ഈ പറഞ്ഞ പോലെ ലൈവ് സെഷന് സ്വീകരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലൈവ് സെഷൻ റീഡിങ്സ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക. കാരണം വാട്സപ്പ് ത്രൂ, അല്ലെങ്കിൽ ഇപ്പം ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ഓൾട്ടർ ഓപ്ഷൻ ഡെഫിനറ്റ്ലി നോക്കാം. ഓക്കെ, വാട്സപ്പാണ് കൂടുതൽ സൗകര്യപ്രദമായിരിക്കാം. അപ്പം അതിലൂടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റീഡിംഗ് വേണം, ആ ലൈവ് സെഷനായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക്